ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ലേറ്റായി ഒബ്വിയസ്ലി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ടാസ്ക് ഉള്ളത് പാർലറിൽ പോകണം, ഒന്ന് ത്രെഡ് ചെയ്യണം, ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നാളെയൊക്കെ ഇപ്പം നമുക്ക് പരിപാടിയുണ്ട്. സോ അതൊക്കെ റെഡിയാക്കണം. പിന്നെ ഡോൺ ചേട്ടൻ കാണും. ഇവിടെ പിള്ളേരുടെ കൂടെ ഡോൺ ചേട്ടൻ കാണും. ശനിയാഴ്ചയല്ല, അപ്പോൾ തൂമും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ തൂമിനെ കൊണ്ട് ഹബ്ബിൽ പോകണ്ട, ഡോൺ ചേട്ടൻ ഇവിടെ ഇരുന്നു. ചാക്കോച്ചനെയും കൂടെ റൂമിൽ TV വെച്ചാൽ അവരവരുടെ കാര്യം നോക്കി അവിടെ ഇരുന്നോളും. അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോൺ ചേട്ടൻ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് തൂമിൻ്റെ ബുക്സും കാര്യങ്ങളും വാങ്ങിക്കാനായിട്ട് ഭാവൻസിൽ പോകണം. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വലിയൊരു ജോലിയുണ്ട് കേട്ടോ. നമുക്ക് ഭാവൻസിലൊക്കെ പോയിട്ട് വരാം, ബുക്സൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിക്കാണോ? കടിച്ചത് തന്നെ പച്ചമുളകയിലാന്ന് തോന്നുന്നു. ഡോൺ ചേട്ടാ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്ത. ഡോൺ ചേട്ടാ മോളെ പച്ചമുളക് നോക്കിയിട്ട് അവൻ സമ്മതിക്കത്തില്ല വെകിടാൻ. വാവ്, രാമന്മാര്. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. ഒരു 10 കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പൊക്കോളാം, ഡോൺ ചേട്ടൻ ഇവിടെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വീട്ടിൽ നിന്ന് വാതിൽക്ക് തന്നെ ഒരു ഓട്ടോയിൽ കയറിപ്പോയി. നമ്മുടെ ടൂലിപ്സിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരു പെഡിക്യൂർ ചെയ്തു, കാരണം എൻ്റെ കാല് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ വന്നിട്ട് ചാക്കോച്ചനെയും തോമുവിനെയും കൂട്ടി തോമുവിൻ്റെ സ്കൂളിൽ ഭാവൻസിൻ്റെ മെയിൻ ഓഫീസ് വടക്കേച്ചിറയാണോ അവിടെ പോയിട്ടാ. അങ്ങനെ എന്താ പറയുക, അവൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റിലേക്ക് അവൻ കയറുകയാണ്. സ്കൂൾ ലൈഫ് ഇത്രയും നാളും pre-KG പോയിക്കൊണ്ടിരുന്നെങ്കിലും അവൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ മാമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബുക്ക് ഒരു സാർ അവിടെ കൊടുക്കുകയാണ്. അവനത് 2 കൈ നീട്ടി സ്വീകരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ ബാഗും അവിടെ നിന്ന് ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കാതെ അപ്പോൾ പേരൊക്കെ ലേബിൾ ചെയ്തിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തോമുൻ്റെ തലമുടിനെ കുറിച്ചാണ് ആ ചേച്ചി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാഗ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ച്. പിന്നെ അവർക്ക് സെപ്റ്റംബർ വരെ സാൻഡൽസാണ്, അപ്പോൾ അതും അവിടുന്ന് കൊടുക്കുന്നുണ്ട്. പിള്ളേരെല്ലാം ഒരേപോലെ ഇടാനായിട്ട് അത് നന്നായിട്ടുണ്ട്. അങ്ങനെ ബാറ്റയുടെ ചെരുപ്പാണ് കേട്ടോ. എല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ബുക്സ് കാണിക്കാമേ. അങ്ങനെ ഞാൻ വൈകുന്നേരം ഡോൺ ചേട്ടനും മമ്മിക്കും നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്, നല്ല സോസേജൊക്കെ ഇട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ രാത്രിത്തെ നമ്മുടെ കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വെച്ച്, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഔട്ട്പുട്ട് നല്ല അടിപൊളി കക്ക റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു, പക്ഷേ സബോളയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇന്നേ വീഡിയോ എടുത്തുള്ളൂ. ബാക്കി നമുക്ക് ബുക്സ് കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ തോമുകുട്ടിന് കിട്ടിയ സാധനങ്ങളും അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ശരിക്കും കുറേ കാര്യങ്ങൾ ചെയ്തൊരു ദിവസമാണെങ്കിലും എനിക്കങ്ങനെ കാര്യമായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. സംഭവം ഞാൻ ടൂലിപ്സിൽ പോയപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പെഡിക്യൂറൊക്കെ ചെയ്തപ്പോൾ അതിൽ മുഴുകി ഇരുന്നു പോയി എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു. എൻ്റെ കാലിൽ ഭയങ്കരമായിട്ട് ക്രാക്ക് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കുറച്ച് നാളുകളായിട്ട്, എനിക്ക് തോന്നുന്നു ഈ വർഷം തുടങ്ങിയതിന് ശേഷമാണ് ഭയങ്കര ക്രാക്കിൻ്റെ ഇഷ്യൂസ്. ഞാൻ മറ്റേതിലൊക്കെ വെച്ച് ചെയ്ത് നോക്കിയെങ്കിലും എനിക്കത് പ്രോപ്പറായിട്ടൊരു എന്താ പറയുക റെഗുലർ ബേസിസിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ സ്ക്രബ് ചെയ്യണ സാധനം ഉണ്ടെങ്കിലും ആ ക്രാക്ക് പോവില്ലല്ലോ. അപ്പം ഞാനിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ അത് ചെയ്തപ്പോൾ അവിടെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഞാനത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റേസറില്ലേ, അതായത് ഉപ്പൂച്ചിയിലെ സംഭവങ്ങൾ കളയാനായിട്ടൊരു റേസർ വരുന്നുണ്ട്, ഡെഡ് സ്കിൻ കളയാനായിട്ട്. ബ്ലേഡൊക്കെ വെച്ച് നമ്മുടെ പണ്ടത്തെ റേസർ കൂട്ടിട്ട്, പക്ഷെ അത് വെച്ച് ചെയ്തപ്പം എല്ലാ ക്രാക്കും പോയിട്ടോ. നമുക്കത് ശരിക്കും ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. ശരിക്കും യൂസ് ചെയ്യാൻ അറിയണം കേട്ടോ. നമ്മൾ റേസർ യൂസ് ചെയ്യുകയാണെങ്കിലും പറയും സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ എന്ത് ഇതെന്ന് പറഞ്ഞാൽ ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, ചോരക്കളിയാവും എന്ന് പറയുന്ന പോലെ. അപ്പോഴാണ് അവർ പറഞ്ഞത് സംഭവം നല്ലതാണ്, പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യാൻ അറിയണം. ഉപ്പൂറ്റി നിന്നൊക്കെ ചോര വരാൻ തുടങ്ങിയാൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല. അപ്പോൾ അവിടെ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കാലിൽ നിന്ന് എന്തോ വലിയൊരു ഭാരം ഇറങ്ങിപ്പോയൊരു ഫീല് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത്
കാലിൽ അത്രയെങ്കിലും പ്രശ്നം വന്ന് റഫായിട്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് അത് ചെയ്തു. പിന്നെ എൻ്റെ കറുത്ത മുടിയൊക്കെ നമ്മളൊന്ന് അപ്രത്യക്ഷമാക്കി ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി. അപ്പം അതൊക്കെ ചെയ്തു. പിന്നെന്താണ്, നാളെ സൺഡേ ആണ്. അപ്പം ഡിംപിളും പാച്ചുവും ഉച്ച കഴിഞ്ഞ് ആൻസിൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ്. നാളെ അവർക്ക് അവിടെ ഒരു ബാപ്റ്റിസം പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇവരും പോകുന്നുണ്ട്. ഞാനും ചാക്കോച്ചനും പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം നമ്മൾ അടുപ്പിച്ച് കുറച്ച് സൺഡേ പുറത്ത് പോയിട്ട് വന്നപ്പം ചാക്കോച്ചിന് ചെറിയ കുറുങ്ങലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അവൻ ഈ ആഴ്ച വാക്സിൻ മുടങ്ങിയാൽ അത്ര രസം ഉണ്ടാവില്ല. അപ്പം ഡോൺ ചേട്ടൻ പോകുന്നുണ്ട് എന്തായാലും. തോമുനും ഡോൺ ചേട്ടൻ കൊണ്ടുപോകും. പിന്നെ ഈ സന്ധ്യ പരിപാടി ആയതുകൊണ്ടും അത്ര ഓക്കെ ആകില്ല. ഞാൻ ഇപ്പം അങ്ങനെ ഡോൺ ചേട്ടനും അങ്ങനെയാണ് പറഞ്ഞത്. എത്രത്തോളം നാളെ ആകുമ്പോൾ പ്ലാൻ മാറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മുടെ പള്ളിയുടെ കുടുംബ കൂട്ടായ്മ നടക്കുന്നുണ്ട്. അപ്പം അതിന് പോയാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രാക്ടിക്കൽ ആവും ചാക്കോച്ചനെ കൊണ്ട് തന്നെ എന്നറിയില്ല. അവിടെ അടുത്ത ഒരു വീട്ടിൽ തന്നെയാണ്, കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അവനെ അക്കീടെ അവിടെ ആക്കണം, അല്ലെങ്കിൽ ഞാൻ അവനെയും കൊണ്ട് പോവുക. അവനെയും കൊണ്ട് പോയാൽ എനിക്ക് പറഞ്ഞ പോലെ ഫുൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും. ഡാഡിയും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് നമുക്കൊരു മാമോദിസ സംഭവം വന്നത്. അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ അതിന് ഒരു പോവും. അങ്ങനെയാണ് പ്ലാൻ. ഈ നിമിഷം വരെയുള്ള പ്ലാൻ അങ്ങനെയാണ്. പിന്നെ അപ്പോൾ തോമുകുട്ടിൻ്റെ ബാഗ് ഇതാണ് കേട്ടോ. അവരുടെ പേരൊക്കെ ലേബിൾ ചെയ്തിട്ടുള്ള ഭാരത് വിദ്യാഭവൻ തൃശ്ശൂരിൽ എഴുതിയിട്ടുള്ള ബാഗാണ്. നല്ല ബാഗാണ്. അഫോർഡബിൾ ആയിട്ട് കത്തി വെച്ച് കുന്നില്ല കേട്ടോ. അത് പറയണുണ്ടോ, നമ്മൾ ബാഗ് വാങ്ങിക്കുമ്പോൾ ഒരു 500 അബോവ് എന്തായാലും തോന്നും. നമ്മൾ സ്കൂളിൽ പോകുന്ന വാങ്ങിച്ചപ്പോൾ അത്ര ആയിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. നല്ല ക്യൂട്ട്. ഒരുപാട് കളികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആവശ്യമുള്ള ഒരു സ്പേസ്. ഇവിടെ ഒരു കുഞ്ഞു റാക്കുണ്ട്. ഇവിടെ ഉണ്ട് ടിഫിൻ ബോക്സ്. അങ്ങനത്തെ ഇത് ബുക്സിൻ്റെ ഇതാണ്. അപ്പോൾ ബുക്സ് ഒന്നും കവർ ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാഗ് കണ്ടല്ലോ എല്ലാവരും. വാട്ടർ ബോട്ടിലിൻ്റെ റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ബുക്സ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം കവർ ചെയ്യണ്ട, ഞാൻ പറഞ്ഞ പോലെ കവർ ചെയ്യണ്ട. ജസ്റ്റ് ബുക്സ് കണ്ടിട്ട് തിരിച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത്. LKG നോക്കൂ, LKGയുടെ ബുക്സാണ്. ബുക്സ് നമുക്ക് വീട്ടിൽ തന്നു വിടില്ല, അവരവിടെ തന്നെ വെക്കുകയാണ്. അപ്പം ബ്രൗൺ പേപ്പർ ഇട്ടൊന്നും പൊതിയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഉള്ള സ്റ്റിക്കേഴ്സ്. ഞാൻ എന്തായാലും സ്റ്റാൻഡേർഡ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമായി. അപ്പം ഇതൊരു കിൻഡർ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾ ഇൻ വൺ റീഡറാണ് കേട്ടോ. ഇതിൽ അതായത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഡിംപിളിനെ കാണിക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ടായിരുന്നു. ഡിംപിൾ പോണ നേരത്താണ് ഞങ്ങൾ വന്നത്. അതായത് നമ്പർ, ഇംഗ്ലീഷ് വേർഡ്സ്, GK അങ്ങനെ സംഭവങ്ങളാണ്. ഒരു ടേമിൻ്റെ ബുക്കാന്ന് തോന്നുന്നു. അപ്പം ABC സോങ്സ്, നൗ യു നോ മൈ ABCs, നെക്സ്റ്റ് ടൈം വോണ്ട് യു സിംഗ് വിത്ത് മീ, ഇതാണല്ലേ. അപ്പം തോന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ബുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതിൽ അവൻ ഫസ്റ്റ് സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത്. അപ്പോൾ അവന് വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കണോ അറിയില്ല. നല്ല ബുക്കാണ് കേട്ടോ. വവൽസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതെല്ലാം അവൻ ഇവിടെ പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് ഫസ്റ്റ് സ്കൂളിൽ അങ്ങനെയായിരുന്നു, ബുക്സ് തന്നു വിടില്ലായിരുന്നു. ഇപ്പം എന്നാ കൗണ്ട് ചെയ്യുന്നതും ഇവർക്ക് LKGയിൽ എനിക്ക് തോന്നുന്നു 30 വരെയൊക്കെ ഉള്ളത് തോന്നുന്നു. GK അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ബുക്കാണ്. അധികം ബേർഡനും കാര്യങ്ങളൊന്നുമില്ല. മലയാളവും ഹിന്ദിയും ഒന്നും ഇല്ല. മേ ബി സ്കൂൾ ഇനിയിപ്പോൾ ബുക്സ് വേറെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിവേ അങ്ങനൊരു ബുക്കുണ്ട് കേട്ടോ. പിന്നെ LKGക്ക് ഫൺ ടു ഡു ആക്ടിവിറ്റീസ് ബുക്ക് 2, ബുക്ക് 1 ഉണ്ട്. ആദ്യം നോക്കാം, ബുക്ക് 1 നോക്കാം. അതായത് നമ്മളിപ്പോൾ കണ്ട ബുക്സിലെ വർക്ക് ബുക്ക് എന്ന് പറയുന്ന പോലെ സംഭവമാണ്. 2 അങ്ങനെയൊക്കെ അവൻ സ്കൂളിൽ സെയിം സംഭവം ചെയ്തിട്ടുള്ളതാണ്. ഒന്നും കൂടെ കൈ തെളിയും, നമ്മൾ പഠിപ്പിക്കണമല്ലോ. ബുക്ക് 2ലും ഈ പറയുന്ന പോലെ 3 ഓരോ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് വർക്ക് ബുക്ക് പോലെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് 3 ബുക്സ് കണ്ടു. പിന്നെ എനിക്ക് കുറച്ച് കൗതുകമായിട്ട് തോന്നിയത്, ഇപ്പം നമ്മുടെ കാലത്ത് എല്ലാം കൂടെ ഒരു ബുക്കാണ്. ഒരു ബുക്ക് ഇപ്പം ലോവർ കേസും അപ്പർ കേസും, മേളിൽ ക്യാപിറ്റൽ A താഴെ സ്മോൾ A അങ്ങനെയാണുള്ളത്. ഇത് അങ്ങനെയല്ല. ഇത് ലോവർ കേസിന് മാത്രം ഒരു ഈസി റൈറ്റിംഗ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിന് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ടുണ്ട് അത്. അപ്പം അങ്ങനെ അത് 2 ബുക്സ് ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഒന്ന് ഇത് തന്നു വിടുമായിരിക്കുമല്ലോ, എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ സമയത്തുള്ള സിസ്റ്റം, നമ്മളൊക്കെ വീട്ടിൽ ബുക്ക് കൊണ്ടുവന്ന് ഇരുന്ന് അമ്മമാർക്കൊക്കെ ഒരു ജോലിയാണ് ഈ ലെറ്റേഴ്സൊക്കെ എഴുതിപ്പിച്ച് വിടുക എന്നുള്ളത്. അപ്പം ഞാൻ ഈയിടെ ഇവിടെ നമ്മുടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂരിലെ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ബുക്സ് ഇപ്പം മെയിൻലി കൊടുത്തു വിടാത്തത് ഇപ്പം എല്ലാവരും ഒരേ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല അല്ലെ. നമ്മൾ വീട്ടിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ അവരുടെ പ്രൊനൗൺസിയേഷനിലായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ കുട്ടി സ്കൂളിലൊന്ന് പഠിക്കുക, വീട്ടിൽ വേറൊന്ന് പഠിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റാനാണ് എന്നാണ് അവർ പറഞ്ഞത്. നല്ലതുമുണ്ട്, അതേ സമയത്ത് പൊട്ടയുണ്ട്. ഞാനിപ്പം ഇപ്പോഴൊന്നും സത്യം പറഞ്ഞാൽ LKG UKG ഒന്നും നമ്മൾ അങ്ങനെ ഒരാവശ്യത്തിനുള്ള കയറും കാര്യം. പിന്നീട് അങ്ങോട്ട് ഞാനിപ്പം നമ്മുടെ മുക്തയുടെ ചാനൽ കാണുമ്പം ചോയ്സ് സ്കൂളിലാണ് പഠിക്കുക. അപ്പം ബുക്സ് വീട്ടിൽ തന്നു വിടില്ല. അപ്പോൾ സ്പെയർ ബുക്ക് ഒരു വീട്ടിൽ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ശരിക്കും നമുക്കൊരു ഡബിൾ ചെലവല്ലേ. ഇവന് തന്നെ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് ബുക്കിന്, എന്ന് വെച്ചാൽ ഭയങ്കര എമൗണ്ട് അല്ല, ഒരു എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പം 1ലേക്കും 2ലേക്കും 3ലേക്കും ഒക്കെ പോകുമ്പോൾ ഒബ്വിയസ്ലി പഠിക്കുന്നതിൻ്റെ ഒരു ഭാരം കൂടും. അപ്പോൾ ബുക്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പിള്ളേരെ എങ്ങനെയാണ് പഠിപ്പിക്കാന്ന് ഞാൻ അത് കണ്ടപ്പോൾ, ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, ഓരോ സ്കൂളിലും ഓരോ സിസ്റ്റമാണ്. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് പോയി ബുക്സ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് വീട്ടിൽ പഠിപ്പിക്കാനുള്ള ഒരു സെറ്റും കൂടെ വാങ്ങിക്കുകയാണ്. എനിക്ക് ശരിക്കും അതൊരു ടൈപ്പ് ഓഫ് ബിസിനസ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ഇവിടെ ഇവർ ഓരോ ടൈം അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു റഷും കാര്യങ്ങളൊന്നുമില്ല, വളരെ നൈസായിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. മാം വളരെ, ഞങ്ങൾ ഇന്നാണ് ഫേസ് ടു ഫേസ് കാണുന്നത്. നല്ല ലവബിൾ ആയിട്ടുള്ള ഒരു മാം. തോമും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് സംശയം. തോമു വന്നിട്ട് പറഞ്ഞാൽ നല്ല മാമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ ഉള്ളത്. പക്ഷെ റീമോൾ മാം പോയി. അതാണ്, റീമോൾ മാം 1 month ലീവാണ് കേട്ടോ. മക്കളുടെയൊക്കെ കൂടെ വർഷത്തിലൊരിക്കൽ സ്പെൻഡ് ചെയ്യുക, അങ്ങനെയാണ് എനിക്ക് മാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. ജൂൺ ആകുമ്പോൾ പിന്നെയും ജോയിൻ ചെയ്യും. പക്ഷെ അവനത് മാം പോയത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി വന്നിട്ട് പറയും റീമോൾ മാം ഇന്നും വന്നില്ല, ടോയ്സ് വാങ്ങിച്ചിട്ട് ഇന്നും വന്നില്ല, ഇങ്ങനെ പറയാം. അപ്പം ഞാൻ പറഞ്ഞാൽ നിനക്ക് മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു കാണാൻ പോകണം, അത് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് പറ്റിയൊന്ന് മാമിനോട് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ മാമിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് എന്തോ ഇപ്പം തോന്നുക, ഞാൻ പറഞ്ഞ ആദ്യം കൈപിടിച്ച് എഴുതിയ ഒരാൾ, മാമിൻ്റെ ബ്ലെസ്സിങ് അവനെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എന്നൊരു നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ. അപ്പം മാമിൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് എനിക്കുണ്ട്. അറ്റ്ലീസ്റ്റ് അവനോടൊന്ന് ഫോണെങ്കിലും ചെയ്യിക്കണം എന്നുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അയ്യോ ഷൂ കാണിച്ച്, ഷൂ അല്ല സാൻഡൽസ്. അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് ഗ്രൂപ്പുണ്ട്, സ്കൂൾ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്കൂൾ ഗ്രൂപ്പുണ്ട്. അതിൽ പറഞ്ഞിട്ട് നമ്മൾ സെപ്റ്റംബർ വരെ എന്തായാലും മഴക്കാലമാണ്, അപ്പം ഷൂസൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം സെപ്റ്റംബർ വരെ സാൻഡൽസ് ഉപയോഗിക്കുന്നു. അത് അവരോട് നമ്മുടെ ബാറ്റയുടെ ചെരുപ്പാണ് കേട്ടോ. അതെ, ഇങ്ങനൊരു ചെരുപ്പ് ഉണ്ട്. അപ്പം എല്ലാവരും ഒരു കണക്കിന് അത് നല്ലതാണ് കേട്ടോ. ചെരുപ്പായാലും ഇപ്പം നമ്മുടെ ബാഗായാലും ഒക്കെ സെയിം ആകുമ്പോൾ പിള്ളേരുടെ ഇടയിൽ വലിയ പ്രശ്നം വരില്ല. അതാണ് ആകെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു എന്തോ വലിയൊരു കുട്ടിയായ ഒരു ഫീലിംഗ്. നമ്മളിന്ന് സ്കൂളിലൊക്കെ പോയിട്ട് വന്ന സാധനമൊക്കെ എടുത്ത് ബുക്സൊക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ യൂണിഫോം കിട്ടാനുണ്ട് കേട്ടോ. അതിപ്പോൾ കമ്മിങ് വീക്കിൽ അല്ലെങ്കിൽ ഡേയ്സിൽ എങ്ങനെ നമുക്ക് അതും വേറൊരു ഗ്രൂപ്പാണ്, അതിൽ ഇൻഫോം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകുന്നത് എൻ്റെ ദൈവമേ എനിക്ക് ആലോചിക്കാൻ വയ്യ. ഒരു ഭയങ്കര ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കും അത്. അവൻ എങ്ങനെ അത് എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്കൂളിൽ പോയെന്ന് പറഞ്ഞാൽ ഒരു 1 month അവൻ സ്ട്രഗിൾ ചെയ്തു ഇതിനും അവിടെ നിൽക്കുന്നതിനും ഒക്കെ. പിന്നെ അവൻ ഭയങ്കര സെറ്റായി. ഇപ്പോൾ അവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്കൂളാണ്. ഇപ്പോഴും നമ്മളോട് പറയും ഭാവൻസിൽ പോകണ്ട, ഫസ്റ്റ് സ്കൂളിൽ പോയാൽ മതി എന്നൊക്കെ പറയും. അത് പിള്ളേരല്ലേ, ഇനിയിപ്പോൾ ഇവിടെ പോകുമ്പം അവൻ്റെ ക്ലാസ്സിനേക്കാളും ഇപ്പോൾ ഉള്ള ക്ലാസ്സിനേക്കാളും കൂടുതൽ പിള്ളേർ കാണും. അവൻ്റെ ശരിക്കും ഫസ്റ്റ് സ്കൂളിലുള്ള 2 കുട്ടികൾ അവൻ്റെ ക്ലാസ്സിൽ ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ സമ്മർ ക്യാമ്പിലുള്ളൊരു 2 പേര് അവൻ്റെ ക്ലാസ്സിൽ ഇവിടെ ഭാവൻസിലുണ്ട്. ചെല്ലുമ്പോൾ അങ്ങനെ കമ്പനി ആവുമായിരിക്കണം, അറിയില്ല. എന്തായാലും അവൻ്റെ മെയിൻ ആൾക്കാർ ഇവിടെയാണ്, മൈക്ക അങ്ങനെ കുറച്ച് പേരുണ്ട്. ആൻ്റണീനെ ഞാൻ ഈ പ്രാവശ്യം കണ്ടിട്ടില്ല, അവൻ വേറെ ബാച്ചായിരിക്കാം. പക്ഷെ എന്താ പറയുക, അവൻ്റെ ഒരു ഹൃദയമാണ് ഫസ്റ്റ് സ്കൂളെന്ന് പറയുന്നത്. ഇനി ചാക്കോച്ചനായിരിക്കും ചേട്ടൻ്റെ പിൻഗാമിയായിട്ട് ഫസ്റ്റ് സ്കൂളിലേക്ക് പോണത്.
ഞാനോർത്തൊരു അവനെ ശരിക്കും 27 ചേർക്കാൻ പറ്റുള്ളൂ തോമനെ നമുക്കില്ല ചാക്കോസിനെ ഇനി. ഞാൻ ഓർത്ത് പ്രീ KG എന്നുള്ളൊരു സെഗ്മെൻറ്റ് ഇവിടെ തൊട്ട് തന്നെ പൊക്കോട്ടെ, ബാലൻസിൽ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് വന്നോളുമല്ലോ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആവും എന്നുള്ളത്. പക്ഷെ അതിനൊരു ബേസിന് എന്തായാലും ഫസ്റ്റ് സ്കൂളിൽ പൊക്കോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. എന്താ പറയുക, ഇനിയിപ്പോൾ സൈലൻസ് ആണ്, പാച്ചു ഇല്ലാത്തതുകൊണ്ട് തോമുനായാലും ഒന്നും ചെയ്യാനില്ല. ആ സോഫയിൽ മുക്കിൽ കുത്തിയിരിക്കുകയാണ് ആസ് യൂഷ്വൽ. ഇപ്പോഴത്തേക്ക് കുളിപ്പിച്ച് കയറ്റി ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് കുളിക്കണം, നാളെ പള്ളിയിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആ കഫ് അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. പിന്നെ എന്താണ് പറയാൻ, എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ നാളെ പോകുമെന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. എനിവേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ പുറത്ത് പോകുന്ന വലിയ താല്പര്യം, പ്രത്യേകിച്ച് പിള്ളേരെയും കൊണ്ട് പോകുമ്പം നോൺ ചാനലിനെ പുറത്ത് വിളിക്കുമ്പോൾ ഞാൻ പറയും പുറത്ത് പോകുന്ന ഒബ്വിയസ്ലി ചേഞ്ചാണ്. പക്ഷെ ഞാൻ എന്താ കൂടുകിടക്കെ പിള്ളേരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എനിക്കപ്പോൾ അതിൽ നിന്നൊരു റിലീഫ് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അങ്ങനെ ഒരു റിലാക്സ്, എനിക്കൊന്നും കൂടെ പുറത്ത് പോകുമ്പോൾ സ്ട്രെയിൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളൊരിടത്ത് റൂമിലിരുത്തിയ അല്ലെങ്കിൽ ഹാളിലിരുത്തി അവിടെ ഇരുന്നോളും. ഇതേപോലെ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ഓടി നടക്കും, ഇവിടെ നോക്കുക. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര നാളിങ്ങനെ ചാക്കോച്ചിനെ പിടിച്ചു വെക്കും എന്നുള്ളത്. ഞാൻ എന്നോട് അങ്ങോട്ട് പറയുന്നവരോട് ഞാൻ പറയും, ആശുപത്രിയിൽ പോയി ഇരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ, വേറെ ആരും വരില്ല. പറയും നമ്മളെ ഉപദേശിക്കുന്ന ആരും തന്നെ വരില്ല. ഞാനത് എൻ്റെ മനസ്സിനോട് ഞാൻ എപ്പോഴും പറയും. നമ്മളിപ്പം പലരും നമ്മളെ ഉപദേശിക്കും, ഇങ്ങനെ നോക്കിയിരുന്നാൽ പറ്റില്ല. അവൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാനാണ് കാണുന്നത് അല്ലേ. അപ്പം ഞാനാണ് അവനെ ആഫ്റ്റർ കെയർ, ഇപ്പം രാത്രിയായാലും ഉറക്കം ഒഴിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും അവൻ്റെ ശ്വാസം മുട്ടൽ, അവൻ്റെ ബുദ്ധിമുട്ട് വേറെ സൈഡ്, ഹോസ്പിറ്റലിൽ പോകുന്നത്, ഇനിയുള്ള അങ്ങോട്ട് പോകുമ്പോൾ പിള്ളേരെ പിടിച്ചു വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അവനെ മാക്സിമം കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവർ പുറത്ത് തന്നെയായിരിക്കും, സ്കൂള് കോളേജ് ഒക്കെ ആയിട്ട് ഇപ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അവനെ സംബന്ധിച്ച് അവൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഞാൻ നോക്കണം. ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടുമായിരിക്കും പുറത്ത് പോയത്, വേറെ കാര്യം. പക്ഷെ അവനെ സംബന്ധിച്ച് ഇപ്പം അവന് വലിയ പ്രശ്നമില്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിന് അഡ്വാൻറ്റേജ്, ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഇപ്പം ഞാൻ പറഞ്ഞ സൺഡേസൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് അവൻ അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പറയുന്നവരോട് ഞാൻ പറയാണ് കേട്ടോ, എനിക്ക് 2-3 കമൻറ്റ് കണ്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആഫ്റ്റർ കെയർ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, കൊച്ചിനും ബുദ്ധിമുട്ട്, നമുക്ക് കൂടെ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ട്, ബില്ലടയ്ക്കുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ച് പോലെ, ഞാൻ പറഞ്ഞു പണ്ടൊക്കെ ഞാൻ സിനിമ കാണാൻ തന്നെ പോയി, ഞാൻ ഒരു മീഡേ എടുത്ത് ഞാൻ പൊക്കോളാം എന്ന് പറയും. അപ്പോൾ അത് പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഒരു മീഡേ ആയിരുന്നു, നോൺ ചാനോടെ പിള്ളേർക്ക് വേണ്ടി ഇരുന്ന് പിള്ളേരെ നോക്കി. അപ്പോൾ ഞാൻ പോയി വേഗം പോയിട്ട് ഒരു 2 hours എടുത്തു. ശരിക്കും ഒരു 11 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. ഒരു 1:15 ആയി ഞാൻ തിരിച്ചത്. അപ്പം ഞാൻ ബ്ലീച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണെങ്കിലും ഞാൻ ചെയ്തില്ല. ഞാൻ ബ്ലീച്ചും കൂടെ ചെയ്യാനിരുന്ന സമയം, പക്ഷേ എനിക്ക് ത്രെഡ് ചെയ്താൽ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ച് എനിക്കൊന്ന് കുറച്ചായി ഞാൻ ബ്ലീച്ച് ചെയ്തിട്ട്, അതിന് വേണ്ട എന്ന് വെച്ച് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അവനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നോക്കുക. അവനെന്നല്ല, സ്കൂളിൽ പോകാൻ പോണ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. സൗണ്ട് പോകുന്നല്ലേ, നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.